നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഓൺലൈൻ വഴി ഇനി മുതൽ കത്തി പോലുള്ള മാരകായുധങ്ങൾ ലഭ്യമായേക്കില്ല. നിർണായക തീരുമാനവുമായിട്ടാണ് സർക്കാർ രംഗത്തേക്ക് വരുന്നത്. ആക്രമണങ്ങൾ നടത്താൻ സാധനങ്ങൾ വാങ്ങുന്നത് ഓൺലൈൻ വഴിയാണ് എന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് നിർണായക തീരുമാനം. 2024 കൗമാരക്കാരനായിട്ടുള്ള ആക്സൽ റൂഡാകുബാന എന്ന ആളെ 3 പെൺകുട്ടികളെ കൊലപ്പെടുത്തിയത് ഉൾപ്പെടെ യുവാക്കൾ ഉൾപ്പെട്ടിരിക്കുന്ന നിരവധി മാരകമായിട്ടുള്ള കത്തി കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട ഈ ഒരു നിയമത്തിലേക്ക് UK സർക്കാർ എത്തുകയായിരുന്നു. പുതിയ നിയമം നിലവിൽ വന്നതോടെ യുവാക്കൾക്ക് ഓൺലൈനായി കത്തികൾ വാങ്ങുന്നതിൽ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുമെന്നാണ് സർക്കാർ ബുധനാഴ്ച അറിയിച്ചിരിക്കുന്നത്. പ്രായപരിധി പരിശോധിക്കുന്നതിനുള്ള നിയമങ്ങൾ മറികടന്ന് ആമസോണിൽ നിന്ന് കൊലപാതകത്തിനുതകുന്ന ആയുധങ്ങൾ ലഭ്യമാകുന്നു എന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. കുട്ടികളുടെ ജീവൻ നഷ്ടപ്പെടുകയും കുടുംബങ്ങളും സമൂഹങ്ങളും തകരുകയും ചെയ്യുമ്പോൾ യുവാക്കളെ ഓൺലൈനിൽ ഇത്തരത്തിലുള്ള ആയുധങ്ങൾ പിടിയിലാക്കുന്നു എന്നത് മനസ്സിലാക്കിക്കൊണ്ടാണ് നടപടിയെന്ന് ആഭ്യന്തരമന്ത്രി യെവറ്റ് കൂപ്പർ ഒരു പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നുണ്ട്. നിലവിലെ നിയമമനുസരിച്ച് ചില്ലറ വ്യാപാരികൾ കത്തി വിൽക്കുന്നതിന് മുമ്പ് ഉപഭോക്താവിന്റെ പ്രായം സ്ഥിരീകരിക്കേണ്ടതുണ്ട്. ഓൺലൈനായി വാങ്ങിക്കുന്നവയ്ക്ക് ശേഖരിക്കുന്ന സ്ഥലത്തോ ഡെലിവറി ചെയ്യുന്ന സ്ഥലത്തോ അത് പരിശോധിക്കേണ്ടി വരും. പുതിയ നിയമപ്രകാരം ഓൺലൈനിൽ വിൽപ്പനക്കാർ വിൽപ്പന ഡെലിവറി പോയിന്റുകളിൽ ഫോട്ടോ, ഐഡന്റിറ്റി കാർഡ് എന്നിവയും പ്രായം വ്യക്തമാക്കുന്ന രേഖകളും പരിശോധിക്കേണ്ടതുണ്ട് എന്നും അറിയിക്കുന്നു. 2024 മാർച്ചിന് മുമ്പുള്ള ഒരു സമയത്ത് ഇംഗ്ലണ്ടിലും വെയിൽസിലും കത്തിയോ മൂർച്ചയുള്ള ഉപകരണമോ ഉപയോഗിച്ച് 262 കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് എന്നാണ് ആന്റി ക്രൈം ചാരിറ്റി ആയിട്ടുള്ള ബെൻ കിൻസെല്ല ട്രസ്റ്റിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. കൊല്ലപ്പെട്ടവരിൽ 57 പേർ 25 വയസ്സിന് താഴെയുള്ളവരായിരുന്നു. 3 വർഷം മുമ്പ് ഓൺലൈനായി കത്തികൾ വാങ്ങി പോസ്റ്റ് ഓഫീസിൽ നിന്ന് ശേഖരിച്ച കൗമാരക്കാരാണ് ഇത്തരത്തിൽ പല പ്രവർത്തനങ്ങൾക്കും പല കൊലപാതകങ്ങൾക്കും വഴിയൊരുക്കുന്നത് എന്ന് തന്നെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിനൊക്കെ അടിസ്ഥാനത്തിലാണ് പുതിയ നിയമം നിലവിൽ വരുത്താൻ തീരുമാനിച്ചത്. ഉത്തരവാദിത്തമുള്ള ഓൺലൈൻ റീറ്റെയിലർമാർക്ക് കത്തികൾ വിൽക്കാൻ അനുവദിക്കുന്ന ഒരു രജിസ്ട്രേഷൻ പദ്ധതിയും സർക്കാർ പരിഗണിച്ചു വരുന്നു എന്നതാണ് വിവരം. പുതിയ നിയമവുമായി ബന്ധപ്പെട്ട പത്രക്കുറിപ്പും ഇതുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയിട്ടുണ്ട്. 18 വയസ്സിന് താഴെയുള്ളവർക്ക് കത്തി വിൽക്കുന്ന ചില്ലറ വ്യാപാരികൾക്കുള്ള തടവ് ശിക്ഷ പുതിയ നിയമപ്രകാരം 6 മാസത്തിൽ നിന്ന് 2 വർഷമായി വർദ്ധിപ്പിക്കാനാണ് തീരുമാനം. വിൽപ്പന പ്രോസസ് ചെയ്ത വ്യക്തിക്കോ കമ്പനിയുടെ സിഇഒയ്ക്കോ ഈ ശിക്ഷ ബാധകമായേക്കും. ഈ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിക്കൊണ്ടാണ് പത്രക്കുറിപ്പ് പുറത്തിറക്കിയത്. കുറ്റകൃത്യങ്ങൾ കുറയ്ക്കാൻ ഈ പുതിയ നിയമം വളരെയധികം സഹായകരമാകും എന്ന് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരും പ്രതികരിക്കുന്നത്.